മൂകാംബികയിൽ വൈകിട്ട് നമ്മളെത്തിയപ്പം കണ്ട കാഴ്ചയാണ്, കണ്ടില്ലേ? എല്ലാവരുടെ അടുത്തും എന്തൊരു സ്നേഹം നോക്കി. മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നവർ ഒരിക്കലും ഈ ഒരു കാഴ്ച മിസ് ചെയ്യരുത്. അവിടുത്തെ ശീവേലിയാണ്. കുളപ്പുള്ളി ലീല ചേച്ചി അവിടെ ഡാൻസ് കളിച്ച കുട്ടികളുടെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ കഷായം വാങ്ങാനുള്ള തിരക്കാണ്. ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ക്യൂ നിങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് കാണാൻ പറ്റും. അത് ഒരു തീർത്ഥം പോലെ ഇരിക്കും. കരിപ്പോട്ടി കാപ്പിയുടെ ഒരു ടേസ്റ്റൊക്കെ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ കമ്മിറ്റിക്കാർക്കൊക്കെ കൊടുക്കാനായിട്ട് അവരൊക്കെ കുപ്പിയും പാത്രമൊക്കെ അകത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ക്യൂ ആയി കേട്ടോ. പിന്നെ മൂകാംബിക വരുന്നവർക്ക് റൂം എടുക്കാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പം ഇവിടെ റൂം എടുത്താൽ നിങ്ങൾക്ക് മിതമായ റേറ്റ് കിട്ടി. 250 രൂപ, 500 രൂപ ആ റേറ്റ് തൊട്ട് അങ്ങോട്ടുണ്ട്. നല്ല റൂമുകളാണ്. ഡബിൾ റൂമാണ് 500 രൂപയ്ക്ക്. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, ദേവസ്വത്തിൻ്റെയാണ്. അപ്പോൾ എങ്ങനെ ബുക്ക് ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഞാൻ ഫുൾ വീഡിയോ പറയുന്നു. ഇന്ത്യക്ക് മാത്രമല്ല, നമ്മൾ ആ നൃത്തത്തിനും എല്ലാത്തിനും അരങ്ങേറ്റത്തിനൊക്കെ തുടക്കം കുറിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ മൂകാംബിക ദേവി ക്ഷേത്രം. കിടിലം ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. നിങ്ങളേവരും കാത്തിരുന്ന നമ്മുടെ മൂകാംബിക ട്രിപ്പിൻ്റെ ഫുൾ വീഡിയോ ആണ്. നമ്മളിപ്പം നിൽക്കുന്നത് ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ മൂകാംബിക പോകാൻ എല്ലാവരും ഇറങ്ങാറുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നും കൊല്ലം, തിരുവനന്തപുരം ആ ഏരിയ നിന്നൊക്കെ ഡെയിലി ഉള്ള ട്രെയിൻ എന്ന് പറയുന്നത് നേത്രാവതി എക്സ്പ്രസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് സർവീസ് ഇടുന്ന സ്പെഷ്യൽ ട്രെയിനുകൾ. അതുകൂടാതെ നമുക്ക് വേറെ രീതിയിൽ ഇവിടെ എത്താൻ പറ്റും. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് യാത്ര, പകല് യാത്രയില്ലാതെ നൈറ്റ്, ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഒരു ലീവ് എടുക്കാതെ നമുക്ക് നൈറ്റ് ഒരു 2 ദിവസം ലീവ് എടുത്തുകൊണ്ട് തിരുവനന്തപുരം, കൊല്ലത്തു നിന്നൊക്കെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയ രീതിയിലുള്ള ചിലവ് ചുരുക്കി സാധാരണക്കാരെ പോലെ വന്ന് പോകാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. മാത്രമല്ല തിരക്കില്ലാതെ നിങ്ങൾ ഏതൊക്കെ ടൈമിലാണ് ഇവിടെ ദർശനത്തിന് എത്തേണ്ടത്, ഏതൊക്കെ മാസമാണ്, അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് പരവൂരിൽ നിന്നാണ്, കൊല്ലം പരവൂരിൽ നിന്ന്. അപ്പം നമ്മൾ മാവേലി എക്സ്പ്രസ്സിൽ കയറി മാംഗ്ലൂർ ഇറങ്ങി. മാംഗ്ലൂരിൽ നിന്ന് ഒരു അരമണിക്കൂർ ഗ്യാപ്പ് മാവേലി എക്സ്പ്രസ് അവിടെ എത്തി. അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു മുരുടേശ്വർ എക്സ്പ്രസ് വരും. മാംഗ്ലൂർ സെൻട്രലിൽ നിന്നാണ്. അത് മൈസൂർ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഒരു വണ്ടിയാണ്. ആ ഒരു ട്രെയിനിൽ നമുക്ക് അവിടെ നിന്ന് കണക്ഷൻ വണ്ടിയാക്കി എടുത്ത് ഇവിടെ വന്നിറങ്ങാം. ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണി 12:15 അകത്ത് ഇവിടെ എത്തും. അപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് ഡെയിലി ഈ ട്രെയിനുകൾ അവൈലബിൾ ആണ്. മാവേലി എക്സ്പ്രസ്സിൽ മംഗലാപുരം ഇറങ്ങി, മംഗലാപുരം എന്ന് വെച്ചാൽ മാംഗ്ലൂർ സെൻട്രലിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മുരുടേശ്വർ എക്സ്പ്രസ് വന്നിട്ട് പുറത്തുനിന്ന് ബസ് കയറി നിങ്ങൾക്ക് പോകാൻ പറ്റും. നടന്ന് പോകാവുന്ന ദൂരമേ ഉള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ നിന്ന് ബസ് കയറി നിങ്ങൾക്ക് കൊല്ലൂരിലേക്ക് പോകാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ യാത്ര തുടങ്ങുന്നത് പരവൂരിൽ നിന്നാണ്. പരവൂര് തൊട്ട് ഇവിടം വരെയുള്ള നമ്മുടെ യാത്രയുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഞാൻ ഓട്ടിച്ചൊന്നിടാം. അതുകൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക് പോകാം. കമോൺ. നമ്മളിന്നൊരു കിടിലം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മൂകാംബിക യാത്രയാണ്, പരവൂര് തൊട്ട് മൂകാംബിക വരെ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ പരവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ. പിന്നെ ബൈക്ക് വയ്ക്കുന്ന സ്ഥലം അവിടെയാണ്. നമ്മൾ ബൈക്കൊക്കെ വെച്ചിട്ടാണ് ഭാഗത്തേക്കുന്നത്. പ്രത്യേകം ക്ലോക്ക് റൂമൊക്കെ ഉണ്ട്, ഹെൽമെറ്റൊക്കെ സൂക്ഷിക്കാനായിട്ട്. പരവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടാണ്, കണ്ടില്ലേ? അങ്ങോട്ട് നേരെ പോയ റോഡാണ്. ഈ മലബാർ എക്സ്പ്രസ് ആണ് ഫസ്റ്റ് ഈ പോകുന്ന ട്രെയിൻ. മലബാർ എക്സ്പ്രസ് പോയതിനു ശേഷമാണ് പുറകിൽ നമ്മുടെ മാവേലി എക്സ്പ്രസ് വരാറുള്ളത്. പക്ഷേ അവിടെ ഫസ്റ്റ് മാംഗ്ലൂർ ജംഗ്ഷനിൽ ഫസ്റ്റ് എത്തുന്നത് നമ്മുടെ മാവേലി എക്സ്പ്രസ് ആയിരിക്കും. ഇത് മലബാർ എക്സ്പ്രസ്. ഓ, നമ്മൾ പോണം മാവേലിയിൽ. ഇത് മലബാർ എക്സ്പ്രസ്. ഇത് ബേക്കിൽ തിരക്കുണ്ട് കേട്ടോ, ലോക്കൽ കമ്പാർട്ട്മെന്റിലൊക്കെ. ട്രെയിൻ പോയി. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിക്കുന്നു. മാവേലി എക്സ്പ്രസ് ഇവിടെ എത്തിയിരിക്കുന്നു. പോവാം മോളെ. നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് S6 ആണ്. S6 അതോ ഇനി വേറെ വല്ല സ്ഥലത്ത് വേണമെന്ന്. അപ്പോൾ ഏതായാലും ബാക്കി ഇനി കയറിയിട്ടെടുക്കുക. നമ്മളങ്ങനെ ട്രെയിനിൽ കയറി മാവേലി എക്സ്പ്രസ്സിലാണ് കയറിയത്. സംഭവം ഫുള്ളാണ് കേട്ടോ, വണ്ടി ഫുള്ള്. നല്ല തിരക്കുണ്ട്, നല്ല റഷാണ്. ഒരു സീറ്റ് പോലും അങ്ങനെ ഒഴിഞ്ഞിടപ്പോലും. ഇവിടെ നിന്ന് ട്രെയിനിൻ്റെ അകത്ത് കയറി നമ്മളങ്ങനെ ബർത്തിലൊക്കെ ഇരിക്കുകയാണ്. കുട്ടികളൊക്കെ കളിയും ചിരിയൊക്കെയാണ്. അപ്പം നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം, ഈ പിള്ളേർ ട്രെയിനിൻ്റെ വാതിലിൻ്റെ അടുത്തോട്ടൊന്നും പോവാതെ ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ. രാത്രി ആയതുകൊണ്ട് നമ്മളൊക്കെ കുറച്ച് പേര് ഫുഡ് കഴിച്ചു. ഈ കുട്ടികളൊക്കെ എങ്കിലും അവർക്ക് വിശക്കില്ല. അങ്ങനെ അവർക്ക് വേണ്ട ദോശയും കാപ്പിയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. ട്രെയിനിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് അവരൊക്കെ അത് കഴിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ ഒരു രസമല്ലേ, വല്ലപ്പോഴും ഒരിക്കലല്ലേ, കുട്ടികൾക്കും അതൊരു സന്തോഷം. അങ്ങനെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. നമുക്ക് പരവൂരിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് കൊല്ലമാണ്. ഇപ്പം കൊല്ലം എത്തി. കൊല്ലം സ്റ്റേഷനിൽ ഇപ്പം പണിയൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് കണ്ടില്ലേ, ഒരുപാട് ഇരുട്ടൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ പണി കിടക്കുവാണ്. നമ്മുടെ എയർപോർട്ടിന് സമാനമായി കിടിലൻ രീതിയിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട്.
അപ്പോൾ കൊല്ലത്ത് ട്രെയിൻ നിർത്തി അവിടെ നിന്ന് കുറേ പേര് കയറാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ കായംകുളത്താണ് സ്റ്റോപ്പ്. കായംകുളം, ഹരിപ്പാട്, അമ്പലപ്പുഴ, ആലപ്പുഴ, ചേർത്തല, എറണാകുളം, അങ്ങനെ അങ്ങ് പോവും. കുട്ടികളൊക്കെ കണ്ടില്ലേ മണ്ടയിലിരുന്ന് കളിയും ചിരിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ നേരം വെളുത്തപ്പം കാസർഗോഡ് എത്തി. ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പം കാസർഗോഡ് കിടക്കുവാണ് നമ്മുടെ വണ്ടി. കാസർഗോഡ് എത്തുമ്പം ഒരുവിധം എല്ലാവരും തീരും കേട്ടോ, കണ്ടില്ലേ. ഇപ്പം കാസർഗോഡ് വിട്ട അടുത്ത സ്റ്റോപ്പ് നമുക്ക് മംഗലാപുരമാണ്, മാംഗ്ലൂർ ജംഗ്ഷൻ. കാസർഗോഡ് ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. അവിടെ ഒരു അരമണിക്കൂറിനകം വണ്ടി എത്തും മംഗലാപുരത്ത്. അപ്പം മംഗലാപുരത്ത് നിന്ന് നമുക്ക് അടുത്ത മുരുടേശ്വർ എക്സ്പ്രസ് പിടിച്ചു വേണം മൂകാംബിക ബൈന്ദൂർ റോഡിലേക്ക് പോകാനുള്ളത്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം കുട്ടി ബ്ലോഗർക്കും എന്തൊക്കെയോ സംസാരിക്കണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന കേട്ടില്ലേ. എന്തൊക്കെയോ പറയണം അവള്, കുട്ടി ബ്ലോഗർ. തമാശയും കഥയൊക്കെ പറഞ്ഞ് നമ്മൾ മാംഗ്ലൂർ സെൻട്രലിൽ എത്തിയിരിക്കുകയാണ് മക്കളെ. ഞാൻ ആദ്യമായിട്ടാണ് മാംഗ്ലൂർ സെൻട്രലിൽ ട്രെയിൻ ഇറങ്ങുന്നത്. ഞാൻ കൂടുതലും പോയിട്ടുള്ള മാംഗ്ലൂർ ജംഗ്ഷൻ വഴിയാണ്. അപ്പോൾ സെൻട്രലിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമുക്കൊരു അരമണിക്കൂർ, ഇനി ഒരു 40 മിനിറ്റ് കൂടെ ഉണ്ട് ട്രെയിൻ വരാനായിട്ട്, മുരുടേശ്വർ എക്സ്പ്രസ്. അപ്പോൾ മൂകാംബികയ്ക്ക് പോകാനുള്ള കണക്ഷൻ വണ്ടി നമുക്ക് ഇവിടെ നിന്ന് പിടിക്കാം. അങ്ങനെ നമ്മൾ മാംഗ്ലൂർ സെൻട്രലിലെത്തി. നമ്മൾ മംഗലാപുരം സെൻട്രലിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത ട്രെയിനിൽ കയറി നമുക്ക് പോകണം. അതൊരു 8:40. നമുക്ക് ഇനിയും സമയമുണ്ട്, ഒരു 40 മിനിറ്റോളം ഉണ്ട്. കണ്ടില്ലേ, ഇവിടം വരെ റെയിൽവേ ഉള്ളൂ ലൈൻ പാള ഈ ഒരു ഏരിയയിൽ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ലോക്കോയൊക്കെ കൊണ്ടുവിടുന്ന ഏരിയയാണ്. ഇവിടെ ഒരു വന്ദേ ഭാരത് കിടപ്പുണ്ട് കേട്ടോ, വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ്. വന്ദേ ഭാരത് കിടക്കുന്ന കണ്ടില്ലേ. നമുക്ക് ഇവിടെ നിന്ന് മൂകാംബികയിലോട്ടുള്ള ട്രെയിൻ ഓൺ ടൈമാണ്. നമ്മുടെ മാവേലി ഒരു 7:45 ആയപ്പോൾ ഇവിടെ എത്തി, മാവേലി എക്സ്പ്രസ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇവിടെ നിന്ന് മൂകാംബികയിലോട്ടുള്ള കണക്ഷൻ വണ്ടി എന്ന് പറയുന്നത് 8:30 ആകുമ്പോൾ ഇവിടെ എത്തും. 8:40, 8:45 ആകുമ്പം വിടും. 8:40 ആണ് കറക്റ്റ് ടൈം ഇവിടെ നിന്ന് എടുക്കാനുള്ള. ഈ ട്രെയിനിലൊക്കെ ഫ്രഷ് ആവാൻ ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ വന്നാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ മംഗലാപുരത്ത് മാംഗ്ലൂർ ഒന്ന് ഫ്രഷ് ആവാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ ഒരു ടീ കൗണ്ടറുണ്ട്. നമുക്ക് ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോയി നിൽക്കാം. ഒരു ചായ. പത്തല്ലേ. ഈ ട്രെയിനിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ നല്ലത് നമ്മളിങ്ങനെ ഇവിടെ ഈ കടയിൽ വന്ന് ലൈവായിട്ട് ഇങ്ങനെ അടിച്ച് ചായ കുടിക്കുന്നതിന് കൊള്ളാം കേട്ടോ. നമ്മുടെ ട്രെയിൻ വരികയാണ്. നമ്മുടെ മൂകാംബികയിലേക്ക് പോകാനുള്ള ട്രെയിൻ എത്തി സുഹൃത്തുക്കളെ. ഇത് LSP കോച്ചാണല്ലോ, പമ്പൻ ട്രെയിനാണ്. അടിപൊളി. ഇതിപ്പം മുരുടേശ്വരം പോകുന്നവർക്കൊക്കെ ഈ വണ്ടി ചൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു യാത്രയും കാര്യങ്ങളുമൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോണം. അതും ചിലവ് ചുരുക്കി നമ്മുടെ സാധാരണക്കാരെ പോലെ സാധാരണ രീതിയിൽ ബസ്സിലും ട്രെയിനിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റിയ ഒരു യാത്രയുടെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. AC കോച്ചസൊക്കെ ഇച്ചിരി ഒരുപാടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കുള്ളത് S2 ആണ്. S2 പുറകെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു മൂകാംബിക യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാവരും പോകുന്ന ട്രെയിനുകളല്ല. നമ്മൾ വ്യത്യസ്തമായിട്ട് അവിടെ നിന്ന് മാവേലി എക്സ്പ്രസ്സിൽ കയറി മാംഗ്ലൂർ വന്നിട്ട് മാംഗ്ലൂരിൽ നിന്ന് നമ്മൾ മുരുടേശ്വർ എക്സ്പ്രസ്സിൽ കയറിയാണ് മൂകാംബിക പോകുന്നത്. ഇവിടെ ഇറങ്ങി ഒരു അരമണിക്കൂർ ആകുമ്പോൾ തന്നെ അടുത്ത ട്രെയിൻ വരും, അതിൽ കയറുക പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ബസ്സുണ്ട്, നേരെ കൊല്ലൂരെത്തും. അടിപൊളിയാണ്. അപ്പം ഒരു നൈറ്റ് നമുക്ക് സേവ് ചെയ്ത് കിട്ടും. ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ ലീവ് എടുക്കേണ്ടി ഒന്നും വരത്തില്ല. നമ്മളെ കോച്ച് എത്തി കേട്ടോ. S2 ആണ് നമ്മുടെ കോച്ച്. S2 ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് SMVT മുരുടേശ്വർ എക്സ്പ്രസ് ആണ്. SMVT നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് മുരുടേശ്വർ പോകുന്ന എക്സ്പ്രസ്സാണ്. പതുക്കെ കയറിയാൽ അവിടെ നില്ല്. ഇതിൽ വേണേൽ ലോക്കലിലും കയറാം, വലിയ തിരക്കില്ല. മുരുടേശ്വരം വരെയല്ലേ ഉള്ളൂ. മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് മുരുടേശ്വരം വരെ വലിയ ദൂരമില്ലല്ലോ, അതുകൊണ്ട് തിരക്ക് കുറവാണ് ഈ ഒരു ട്രെയിനിൽ. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ വൃത്തിയാക്കാനൊക്കെ ആൾക്കാർ ട്രെയിനിൽ കയറുന്നുണ്ട്, ഡ്യൂട്ടിക്കാർ. നിങ്ങൾ അതുവഴി അങ്ങ് കയറിക്കോ, ഞാൻ ഇതുവഴി അങ്ങ്.
കണ്ടില്ലേ വെള്ളം ഉണ്ടാകുന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. നല്ല സർവീസാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ നല്ല നീറ്റ് ട്രെയിനാണ്. കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ നിന്നും വൃത്തിയാക്കാൻ ആൾക്കാർ കയറുന്നുണ്ട്. അങ്ങനെ വേണം. നമ്മുടെ കോച്ച് കണ്ടുപിടിച്ചു ഗൈസ്. സാധാരണ ഈ മാംഗ്ലൂർ സെൻറ്റർ വന്ന എല്ലാവരും കൊല്ലൂർ ബസ്സിൽ കയറി ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കിട്ടും. ബസ്സിൽ കയറി നേരെ കൊല്ലൂർ ഇറങ്ങും. പക്ഷേ നമ്മൾ പ്രിഫർ ചെയ്തിരിക്കുന്നത് മംഗലാപുരത്ത് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഒരു 8:40 മുരുടേശ്വർ എക്സ്പ്രസ് ഉണ്ട്. അപ്പം ആ ഒരു ട്രെയിൻ കണക്ട് ചെയ്താണ് നമ്മൾ മൂകാംബികയിലേക്ക് പോകുന്നത്. നമ്മുടെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. സാധാരണക്കാർക്കൊക്കെ പോയി വരാൻ പറ്റുന്ന രീതിക്കുള്ള വ്ലോഗാണ്. ഇനി അവിടെ ചെന്നിട്ട് എങ്ങനെ നമുക്ക് റൂം എടുക്കാം, ബാക്കി കാര്യങ്ങളും കാഴ്ചകളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. കമോ. നമ്മൾ മാംഗ്ലൂർ സെൻറ്ററിൽ നിന്ന് കയറിയിട്ടുണ്ട്. വണ്ടി ഇവിടെ നിന്ന് എടുത്ത് കേട്ടോ. കണ്ടില്ലേ അവിടെ ഒരു ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നതുണ്ടോ? ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു വാളേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഡബിൾ ലൈനുള്ളടുത്ത് ട്രെയിൻ വരുമ്പോൾ ഇങ്ങനെ പിടിച്ചിടും. ഈ ട്രെയിൻ ഫുള്ള് ഇവിടെ നിന്ന് പോയിട്ടേ മറ്റേ ട്രെയിൻ എടുക്കത്തുള്ളൂ. ഇത് മാംഗ്ലൂർ സെൻട്രലിലോട്ട് പോകുന്ന വണ്ടിയായിരിക്കും. സുബ്രഹ്മണ്യ റോഡ് ടു മാംഗ്ലൂർ സെൻറ്റർ, അങ്ങനെ ഒരു വണ്ടിയാണ്. അങ്ങനെയൊക്കെ ഒരു സ്ഥലപ്പേരുണ്ട് കേട്ടോ, സുബ്രഹ്മണ്യ റോഡെന്നൊക്കെ പറഞ്ഞു. ഒരു കൊച്ചു വണ്ടി കേട്ടോ. എനിക്കൊന്നും വല്ല പാസഞ്ചറും ആണോ എന്തോ. ഇവിടുത്തെ ഒരു വണ്ടിയായിരിക്കും അത്. നമ്മുടെ ട്രെയിൻ കണ്ടോ വളങ്ങി പോകുന്നുണ്ട്. ഇപ്പോൾ ഇച്ചിരി സ്പീഡായി. അങ്ങോട്ടൊക്കെ ചെന്നപ്പോൾ ഡബിൾ ലൈനായില്ലേ, അതാണ്. ഇത് മാംഗ്ലൂർ ജംഗ്ഷനാണ്. മാംഗ്ലൂരു ജംഗ്ഷൻ കണ്ടില്ലേ. ആദ്യമായിട്ടാണ് ഞാൻ മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് മാംഗ്ലൂർ ജംഗ്ഷനിലോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ സ്കിപ്പ് അടിക്കുവാണ്. ഇവിടെ സ്റ്റോപ്പില്ല. കണ്ടില്ലേ മാംഗ്ലൂർ ജംഗ്ഷൻ നമ്മൾ സ്കിപ്പ് അടിച്ച് പോകുന്നു. വലിയൊരു സ്റ്റേഷനായിരുന്നു കേട്ടോ മാംഗ്ലൂർ ജംഗ്ഷൻ. അങ്ങനെ മാംഗ്ലൂർ ജംഗ്ഷൻ നമ്മൾ സ്കിപ്പ് അടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടില്ലേ, അത് ഗാന്ധിധാം തിരുനെൽവേലി എക്സ്പ്രസ് ആണ്. കണ്ടില്ലേ നമ്മളെ കൂടെ വന്നവരൊക്കെ ഉറക്കമാണ്. ട്രെയിൻ കാലിയാണ് കേട്ടോ. നമുക്ക് കണ്ടില്ലേ ഇങ്ങോട്ടൊക്കെ ഒരുപാട് സീറ്റുകൾ വേക്കൻ്റ് ഉണ്ട്. മുരുടേശ്വരം വരെ ഈ ട്രെയിനുള്ളു. അതാണ് ട്രെയിൻ സീറ്റ്. സമയം എന്താ 10:30. അപ്പം നമ്മൾ ഇവിടുത്തെ വടാപ്പാവ് വാങ്ങിച്ചു. വടാപ്പാവും 2 കോഫിയും വാങ്ങിച്ച്. വടാപ്പാവ് 40 രൂപ, കോഫി 10 രൂപ വെച്ചിട്ട്. കണ്ടില്ലേ നമ്മുടെ മുമ്പിൽ വെച്ച് പാൽ ഒഴിച്ച് പൊടിയിട്ട കോഫി 10 രൂപയേ ഉള്ളൂ. വടാപ്പാവ് 2 പാവുണ്ട്. ഇത് 40 രൂപ. നമുക്ക് നോക്കാം കൊള്ളാവുന്നു. മോനെ അപ്പം ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് എൻ്റെ മോനെ കൊണ്ട് പൊട്ടിക്കുകയാണ്. പൊട്ടിച്ചപ്പം തളർന്നാടെ ഇങ്ങോട്ട് ഞാൻ പൊട്ടിച്ച് തരാൻ കടിച്ച്. ഇപ്പം ഇറങ്ങി വരുന്നു. അയ്യോ കോഫി തട്ടിയിടല്ലേ. നമ്മുടെ ട്രെയിൻ സുറത്കൽ സ്റ്റേഷൻ പിന്നിട്ടു. ഇവിടെ നിന്ന് ഇറങ്ങി ഒരു ഗുഡ്സ് കിടക്കുന്നു കേട്ടോ, ഒരു വലിയ ഗുഡ്സ് ഉണ്ടല്ലേ. ഇതാണ് വടാപ്പാവ്. ഇത് കണ്ട ഇങ്ങനെ വെച്ചിട്ട് നമ്മളെല്ലാം സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് കടിക്കണം. ശിവ എടുത്തോ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം നമ്മൾ ബോംബെയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് വടാപ്പാവ് കഴിക്കൂലേ, അത് പ്രതീക്ഷിച്ചാണ് വാങ്ങിച്ചത്. പക്ഷെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ, ഫ്ലോപ്പായിപ്പോയി. കണ്ടോ സാധാരണ വടാപ്പാവ് ഇങ്ങനെയല്ല. ഇതിൻ്റെ കറി കണക്കൊക്കെ നമുക്ക് ഇച്ചിരി നല്ല സംഭവമായിരിക്കും. മോന് ഇഷ്ടപ്പെട്ട കോഫി കൊള്ളാം, പക്ഷെ വടാപ്പാവ് ഫ്ലോപ്പായി. മതിയാടെ അതൊക്കെ നിന്നാ സമയമുണ്ട്. ട്രെയിൻ യാത്രയും കണ്ട് ഇങ്ങനെ ഇരുന്ന് ഇതേണക്ക് ചായയും വടാപ്പാവും ഒക്കെ തിന്ന് പോകാൻ ഒരു നല്ല രസമാണ്. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് യാത്രയുടെ ഫീലും കഴിച്ച് കാപ്പിയും കുടിച്ച് യാത്രയുടെ ഫീലുമായിട്ട് പോയ ഒരു നല്ല വൈബാണ്. നല്ല കോഫി കേട്ടോ, കോഫി അടിപൊളി. ഇവിടുത്തെ ഒരു മെമു ട്രെയിൻ കണ്ടാ നമ്മുടെ കർണാടകയിലെ
ഇതാണ് കർണാടകയിലെ മെമു. നമ്മളവിടുത്തെ കളർ ഇതല്ലല്ലോ, ഇത് കണ്ടില്ലേ, ഒരു മഞ്ഞയും ഇതൊക്കെ ചേർന്ന ഒരു കളർ. കൊള്ളാമല്ലേ ഇവിടുത്തെ മെമു ട്രെയിൻ. സംഭവം ഇപ്പം മൂകാംബിക റോഡ് എത്താറായെങ്കിലും 1 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു മൂകാംബിക റോഡ് എത്താൻ. എടുക്കുന്നു, മെമു എടുക്കുകയാണ്. കൊച്ചു മെമു കേട്ടോ, കൊച്ചല്ല ഇച്ചിരി വലുതാണെന്ന് തോന്നല്ലേ, അങ്ങോരം ഉണ്ട് നോക്കി. ഇതാണ് ഇവിടുത്തെ മെമു ട്രെയിൻ. ഒരാൾ കണ്ടില്ലേ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ആള് തിരക്കൊക്കെ കുറവാണ് കേട്ടോ. നല്ല സ്പീഡിൽ പോകുന്നു കേട്ടോ, മെമു എടുത്തത് നല്ല സ്പീഡിൽ പോകുന്നു. അടിപൊളി, നല്ല മെമു ഇല്ലേ. അപ്പുറത്തൊരു ഗുഡ്സും കിടപ്പുണ്ട്. നമ്മൾ ഇങ്ങനെ ഈ കൊങ്കൺ പാതയിൽ പോകുമ്പോൾ ഇങ്ങനെ ഗുഡ്സൊക്കെ ഒരുപാട് കാണാൻ പറ്റും. ഇത് ഏത് സ്റ്റേഷൻ? മുൾക്കി സ്റ്റേഷനാണ് കേട്ടോ. മുൾക്കി ബോർഡൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. ഉടുപ്പി റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ കണ്ടില്ലേ, അവിടെ ഒരു തുണിക്കട കണ്ടോ? ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് 300 രൂപയ്ക്ക് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞൊരു തുണിക്കട. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്താണ് ഇങ്ങനൊരു കടയെന്ന് പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും വിശ്വസിക്കുമോ? ഇത് നമ്മുടെ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനാണ്. ഉടുപ്പി സാധാ ചായക്കട പോലൊരു കട അവിടെ. ഷടാ അതങ്ങ് കഴിഞ്ഞ് അവിടെ ഐ ലവ് ഉടുപ്പി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഉടുപ്പിയും പിന്നിട്ടു. അടുത്തത് കുന്താപുരയാണ്. കുന്താപുര കഴിഞ്ഞ് നമ്മുടെ മൂകാംബിക, ബൈന്ദൂർ മൂകാംബിക. എന്താ ഇവിടെ ഇരിക്കുന്ന അകത്ത് കയറിയിരുന്ന് കാണുന്ന സ്ഥലമാണ്. അത് കൊള്ളാമല്ലേ, ഗ്ലാസും എല്ലാം. ഇത് LSP കോച്ചായതുകൊണ്ട് ഇവിടെ ഇത് ഹാൻഡ് വാഷൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും തിരക്കില്ലാത്തതുകൊണ്ട് അടിപൊളിയായിട്ട് പോകാം ഈ ട്രെയിൻ. എന്നുവെച്ചാൽ ഇത് മുരുടേശ്വരം വരെ ഉള്ളൂ ട്രെയിൻ, അതാണ് തിരക്ക് തീരെ കുറവ്. അവിടെ വെച്ച് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഈ ട്രെയിൻ അവർ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നത് ഇപ്പോഴും വന്ന് ഉടുപ്പി കഴിഞ്ഞപ്പോഴും വന്ന് ട്രെയിൻ തൂത്ത് വൃത്തിയാക്കി ചവറെല്ലാം നീക്കി കളയുന്ന പൊടിയൊക്കെ നല്ല നീറ്റായിട്ടാണ് ഈ ഒരു ട്രെയിൻ അവർ കീപ്പ് ചെയ്യും. ഇറങ്ങി വാ, പതുക്കെ പിടിക്കാം. നമ്മളിപ്പം കുന്താപുരയാണ്. ഇപ്പം കുന്താപുരം എത്തി ഗൈസ്. കുന്താപുര കണ്ടില്ലേ, അവിടെ നിന്ന് ഫ്രണ്ടിൽ കൂടി അങ്ങോട്ട് ഇറങ്ങാൻ വഴിയുണ്ട്. പക്ഷേ ഈ കുന്താപുര ഇറങ്ങിയാലും മൂകാംബിക പോകാം. കഴിഞ്ഞവണ നമ്മൾ കുന്താപുര ഇറങ്ങി. പക്ഷേ ഇവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ പോകണേ ഒരു 5 കിലോമീറ്റർ ഉണ്ട്. അതും ഒരു ഓട്ടോ ടാക്സി എടുത്ത് നമ്മൾ അവർക്കൊരു 500 രൂപ കൊടുത്ത് അവിടെ പോകേണ്ടി വരും. എങ്കിലേ നമുക്ക് ബസ് കിട്ടും മൂകാംബിക പോകാൻ. പക്ഷേ ബൈന്ദൂർ സ്റ്റോപ്പുള്ളതാണെങ്കിൽ ബൈന്ദൂർ ഇറങ്ങിപ്പോയാൽ സിമ്പിളാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ഉണ്ടല്ലേ കുന്താപുര. അവിടെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ടോ, ടാക്സിയുടെ ഡ്രൈവേഴ്സൊക്കെയാണ്. അവരിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മൂകാംബികയിലോട്ടൊക്കെയാണെന്ന് ഇറങ്ങിയാൽ അപ്പോഴേ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വരും. 1000 രൂപ കണ്ട് കൊടുത്താൽ ടാക്സിയിൽ എല്ലാവർക്കും കൂടെ കൊല്ലൂർ പോവാം. പക്ഷേ നമ്മൾ ഇറങ്ങുന്ന ബൈന്ദൂരാകുമ്പോഴത്തേക്ക് വിഷയമില്ല, ബസ്സിൽ കയറി ഒരു 40 രൂപ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റേഷനാണ് നമ്മുടെ മൂകാംബിക, ബൈന്ദൂർ മൂകാംബിക റോഡ്. ഈ വണ്ടി എപ്പോഴും ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും, എപ്പോഴും വൃത്തിയാക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു ട്രെയിനിൽ, മുരുടേശ്വർ എക്സ്പ്രസ്സിൽ. തികച്ചും ഗ്രാമീണ കാഴ്ചകളും കണ്ടുള്ള ഒരു മൂകാംബിക യാത്ര. നമ്മുടെ മൂകാംബിക എത്താറായപ്പോൾ ഉള്ള കാഴ്ചകളാണ്. മൂകാംബിക റോഡ് ബൈന്ദൂർ എത്താറായപ്പം ഫുള്ള് നല്ല നമുക്ക് പ്രകൃതി ഭംഗിയുള്ള നല്ല ഗ്രാമീണ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോവാം. ഇവിടെയൊക്കെ ഏത് പറമ്പിൽ നോക്കിയാലും പശുക്കളും എല്ലാ ഒരു ചെറു വഴികളൊക്കെ കണ്ടു. തനി ഗ്രാമ കാഴ്ചകളും എല്ലാ വീട്ടിന് ചുറ്റും ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ട്രെയിൻ ഇവിടെ എത്തി. ട്രെയിൻ എത്തിയപ്പോൾ കണ്ടില്ലേ ഒരുപാട് പേര് ഇറങ്ങാനുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത് മാംഗ്ലൂരിൽ നിന്ന് കണക്ഷൻ വണ്ടിയാണ് നമ്മുടെ മാവേലിയുടെ. അങ്ങനെയുള്ള കുറച്ച് പേരേ ഉള്ളൂ. കൂടുതൽ പേർക്കും ഇതിനെപ്പറ്റി അറിഞ്ഞൂടെ ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ നമ്മുടെ മാംഗ്ലൂർ സെൻട്രലിൽ നിന്നുണ്ടെന്ന്. കണ്ടില്ലേ വലിയൊരു ചെറിയൊരു ഗുഹ. എന്ന് വെച്ചാൽ ആ മലയെ മുറിച്ച് കടന്നിട്ടാണ് ഈ ട്രെയിൻ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പോകണം. നല്ല അടിപൊളി ട്രെയിനായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു മുരുടേശ്വർ എക്സ്പ്രസ്. ലോക്കലൊക്കെ തന്നെ അടിപൊളി, നല്ല വൃത്തിയും എല്ലാം ഉള്ള സൂപ്പർ വണ്ടി. നമ്മൾ മൂകാംബിക എത്തി. മൂകാംബിക ബൈന്ദൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എത്തിയപ്പം ചെറിയൊരു മഴയുണ്ട് കേട്ടോ, ചാറ്റൽ മഴ. ആ മഴയത്താണ് ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ഉറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചൊന്ന് നടന്ന് അപ്പുറത്തോട്ട് പോയിട്ട് വേണം ബസ്സിൽ കയറി പോകാനുള്ളത്.
ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ നിന്ന് നമുക്ക് ബസ് ഇതിൻ്റെ അകത്ത് എത്തിപ്പെട്ടാൽ പിന്നെ നമ്മൾ നനയൂല. ഉണ്ടല്ലേ, അവിടെ ഇപ്പോൾ ഇച്ചിരി കൂടിയൊക്കെ പുതുക്കിയിട്ടുണ്ട്. പണ്ട് ഇത്രയും സെറ്റപ്പ് അല്ലായിരുന്നു റെയിൽവേ സ്റ്റേഷനൊക്കെ. ഉണ്ടല്ലേ, ഇപ്പം വെയിറ്റിംഗ് റൂമൊക്കെ വന്നു. ഇവിടെ ഇപ്പോൾ എക്സിക്യൂട്ടീവ് ലോഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് പൈസ കൊടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളാണ് എക്സിക്യൂട്ടീവ് ലോഞ്ച് പുതിയതായിട്ട് തുടങ്ങിയ മൂകാംബിക സ്റ്റേഷനിൽ. നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. നൈറ്റൊക്കെ വന്നാൽ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ചെറിയൊരു മഴയൊക്കെ ആയിട്ട് കൊള്ളാമല്ലേ. ബൈന്ദൂർ മൂകാംബിക റോഡ്. അങ്ങനെ നമ്മളെത്തി മൂകാംബിക അമ്മയെ കാണാനായിട്ട്. നമ്മുടെ ബൈന്ദൂർ സ്റ്റേഷനിലാണ്. ഇവിടെ ഇറങ്ങുമ്പം തന്നെ ടാക്സിക്കും എല്ലാത്തിനും ആൾക്കാരൊക്കെ ഉണ്ട്. ഭയങ്കര ഇതാണ്. നമുക്ക് പിന്നെ ബസ്സിൽ പോകേണ്ട കാര്യമുള്ളൂ. നമ്മൾ മഴയായതുകൊണ്ട് നടന്നില്ല, ഓട്ടോയിൽ കയറി അങ്ങ് ബസ് സ്റ്റാൻഡിലോട്ട് ഇറങ്ങുന്നു. കണ്ടിട്ട് നമ്മളെ കൂടെ വന്നൊരു േണ്ട കാര്യമുള്ള പിന്നെ മഴയത്ത് നിങ്ങൾക്ക് ആരും കുടയും എടുത്തില്ല. ഇതാണ് നമ്മളെ ബൈന്ദൂർ ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ കാണുന്നത് സ്റ്റാൻഡാണ്. അപ്പോൾ ഇവിടെ ബസ് വരും. ഇവിടെ നിന്ന് നേരെ പോയാൽ മുരുടേശ്വരം ആ റൂട്ടാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ബസ് ഇങ്ങനെ വരും, കൊല്ലൂർ മൂകാംബിക പോകുന്നു. നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ കയറിയിരിക്കുന്നു. ഇവിടെ എങ്ങോട്ടോ പോകാനുള്ളൊരു ബസ്, എക്സ്പ്രസ്. ഇനി മാംഗ്ലൂർ പോകണേണോ എന്തോല്ല. ഇതോ വരുന്നു. ഓ, ഇത് കുന്താപുര പോകണമുണ്ട്. കുന്താപുര ഇവിടത്തേക്ക് ബസ്സുകൾ കൊള്ളാമല്ലേ. പക്ഷെ നമ്മുടെ KSRTCയുടെ അത്ര എനിക്കിഷ്ടപ്പെട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറി. ഒരു എക്സ്പ്രസ് ബസ്സാണ്. അപ്പോൾ ഇതിൽ ടിക്കറ്റ് 60 രൂപയാണ് ആവുന്നത്. ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമുക്ക് കൊല്ലൂർ വരെ പോകുന്നതിന് 60 രൂപ. പക്ഷേ സാധാ ലോക്കൽ ബസ്സാണെന്നുണ്ടെങ്കിൽ, ഇത് എക്സ്പ്രസ് അല്ല സാധാ ബസ്സാണെന്നുണ്ടെങ്കിൽ 42 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇതാണ് കൊല്ലൂർ മൂകാംബിക ബസ് സ്റ്റാൻഡ്. കണ്ടില്ലേ, ഇത് നിങ്ങളെല്ലാം സിനിമയിലൊക്കെ കണ്ടാണ്, അരവിന്ദൻ്റെ അതിഥികൾ സിനിമയിലൊക്കെ കണ്ടാണ് ഈ ഒരു ബസ് സ്റ്റാൻഡും പരിസരവും. ശാന്തമായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡാണ് ഇപ്പം. പക്ഷേ പീക്ക് ടൈമിലൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പം തിരക്ക് കുറവാണ്. നമ്മൾ വരുന്ന ഈ ഒരു ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് തിരക്ക് കുറവായിട്ട് ഇവിടെ വരാം. SVMS ഈ ബസ്സിലാണ് നമ്മൾ വന്നത്. എക്സ്പ്രസ് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ ടു മൂകാംബിക. ഇത് ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസും ഉണ്ട് ഇവിടെ, ലളിതാംബിക എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടെ പോയി കിട്ടിയാൽ നല്ലതാണ്. ദേവസ്വത്തിൻ്റെ തന്നെ റൂംസും കാര്യങ്ങളും ഒക്കെയാണ്, നല്ല വൃത്തിയുള്ളതാണ്. പിന്നെ ലുക്കം നോക്കിയാൽ ആ മലയിൽ നിന്ന് ആ പുക പോണ കണ്ട, കോടയാണ് കോട. കണ്ടില്ലേ മക്കളെ, അടിപൊളി ലുക്ക് കേട്ടോ. സ്വാതന്ത്ര്യ ദിനമൊക്കെ ആയതുകൊണ്ട് കണ്ടില്ലേ, മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള കടകളിലൊക്കെ കണ്ടില്ലേ കൊടികളൊക്കെ ആയിട്ട് അലങ്കൃതമായിരിക്കുവാണ്. ഇവിടെ കണ്ടില്ലേ, ഈ എങ്ങോട്ട് നോക്കിയാലും കുറേ ഈ കാളകൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാള, എരുമ കണ്ടില്ലേ. നമ്മൾ റൂം എടുക്കാൻ വരുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ്. അവിടെ ദേവസ്വത്തിൻ്റെ ഒരു റൂമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെയൊക്കെ കേരള ഹോട്ടലുകളെന്നൊക്കെ പറഞ്ഞ് കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പം ഈ ഹോട്ടലിലൊക്കെയാണ് കയറി ഫുഡ് കഴിക്കുക. ഇവിടെ നിന്ന് നമുക്ക് കുടജാദ്രിക്കൊക്കെ പോകാനായിട്ട് വണ്ടികൾ, ജീപ്പുകളൊക്കെ ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. ഒരു കുഞ്ഞു പറ്റിയുടെ കുഞ്ഞു. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് റൂമിനൊക്കെ ആയിട്ട് നമ്മളടുത്ത് വരും. നമ്മളവിടെയെങ്കിലും കയറരുത്, ദേവസ്വത്തിൻ്റെ ഉണ്ട്. അവിടെ ഇല്ലെങ്കിൽ മാത്രം വേറെ നോക്കിയാൽ മതി. അങ്ങനെ കണ്ടില്ലേ, ക്ഷേത്രത്തിൻ്റെ ക്യൂ തുടങ്ങുന്നതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലകത്തോട്ടായിട്ട് ജഗദാംബിക ഗസ്റ്റ് ഹൗസ്. ഇവിടെ റൂം കിട്ടാൻ പാടാണ്. ഇന്നിപ്പം തിരക്കൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചു നോക്കാം. അങ്ങനെ റൂമൊക്കെ എടുത്തു. ഇവർക്ക് ഓൺലൈനേ ഉള്ളൂ കേട്ടോ, ജഗദാംബിക നമ്മുടെ ഗസ്റ്റ് ഹൗസ്. അപ്പോൾ ഓൺലൈൻ എന്ന് പറയുന്ന കർണാടക ടെമ്പിൾ accommodation.com എന്ന് പറയുന്ന ആ സൈറ്റിൽ കയറി നമ്മൾ ബുക്ക് ചെയ്യണം. അപ്പോൾ 500 രൂപയാണ് ഒരു ബുക്ക്, ഡബിൾ ബെഡ്റൂം. അത് തന്നെ സൈറ്റിൽ കയറി അത് നിങ്ങൾ ബുക്ക് ചെയ്യണം. അത് കണ്ടങ്ങ് മനസ്സിലാക്കിയാൽ മതി. അത് ഇനി പഠിപ്പിക്കാൻ നിന്നാൽ അത് തന്നെ ഒരുപാടുണ്ട്. നമ്മൾ കുറേ സമയം എടുത്തു അത് ചെയ്ത് മനസ്സിലായി അങ്ങ് വന്നു പോകും. അപ്പോൾ ഇവിടെ 2-3 ഹോട്ടലുകളുണ്ട്. നമുക്ക് നല്ല ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചിട്ട് 5 മണിക്ക് ക്ഷേത്രത്തിൽ പോയി രാത്രി വരെ അവിടെ ഇരിക്കാം, മൂകാംബിക ദേവിയുടെ മുന്നിൽ. രാത്രിയിലത്തെ ഭക്ഷണം നമ്മൾ അമ്പലത്തിൽ തന്നെ ആണ് അല്ലേ. കഴിഞ്ഞ വർഷവും നമ്മൾ ഇത് കണക്കായിരുന്നു, രാത്രി ഭക്ഷണം അമ്പലത്തിൽ നിന്നായിരുന്നു. ചെറിയ മഴയൊക്കെ ഉണ്ട്, നല്ല രസമായിരിക്കും.
ഇവിടെ ഒരു കേരള ഹോട്ടലുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇവിടെ ഇല്ലേ, ഇവിടെ കാറ്റുണ്ട്. എന്തോ വേണം പറഞ്ഞോളൂ. നമുക്ക് ബിരിയാണി വന്നു, വെജിറ്റബിൾ ബിരിയാണി. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് കഴിച്ചത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ബിരിയാണി അത്ര ഇഷ്ടപ്പെട്ടില്ല. 100 രൂപ ഒരു ബിരിയാണി, 2 ബിരിയാണി 200 രൂപ. അപ്പം ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഉണ്ട് കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ, ഓട്ടോ സ്റ്റാൻഡ്. ഇവിടെ വേറൊരു ഹോട്ടൽ. ഇവിടെ കണ്ടില്ലേ പൂവും പൂക്കൂടെയൊക്കെ ആയിട്ട് കണ്ട. ഇവിടെ ഈ പൂവും ഇതൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, അത് പൂജയ്ക്കുള്ളതാണ്. സാരി, പട്ട്, നോ എൻട്രി. ഇവിടെയാണ് നമ്മൾ റൂം എടുത്ത ദേവസ്വത്തിൻ്റെയാണ്, ജഗദാംബിക ഗസ്റ്റ് ഹൗസ്. കണ്ടില്ലേ. പിന്നെ അല്ലാതെ വന്നിട്ട് പോകാനാണെങ്കിൽ ഇവിടെ പബ്ലിക് ടോയ്ലറ്റും ഫെസിലിറ്റിയൊക്കെ ഉണ്ട്, ഫ്രീ ആണ്. അപ്പം ജസ്റ്റ് തൊഴുതിട്ട് പോകാനാണെങ്കിൽ ഇത് മതി. ഇത് ജഗദാംബിക നമ്മൾ ബുക്ക് ചെയ്ത റൂം ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ആകുമ്പം നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിനി കുളിച്ച് റെഡിയായിട്ടൊക്കെ വരാം. എന്നിട്ട് വിശദമായിട്ടുള്ള കാഴ്ചകൾ അപ്പോഴും കാണാം. അപ്പോൾ ഇനി നമ്മൾ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി കുളിച്ചൊരുങ്ങി ഒന്ന് ഫ്രഷായിട്ട് ഒരു 4, 4:30, 5 മണിക്കകത്തോട്ട് ക്ഷേത്രത്തിലോട്ട് പോകും. അപ്പോൾ ഇനിയുള്ള സീനുകളൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. നാളെ രാവിലെയാണ് എഴുതിപ്പിക്കുന്നത്. മോളെ ഒന്ന് എഴുതിപ്പിക്കണമെന്നുണ്ട്. അപ്പോൾ അത് രാവിലെയാണ്. അപ്പോൾ എല്ലാം കാണണം കേട്ടോ, ഒന്നും മിസ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. കിടക്കാച്ചി വീഡിയോ ആയിരിക്കും ഉറപ്പ്. നമ്മുടെ മൂകാംബിക വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വീണ്ടും ഒരു വീഡിയോ ഇങ്ങനെ എടുക്കാൻ ഭാഗ്യം കിട്ടി. ദേവിയോട് തന്നെ അതിനൊരു നന്ദി പറയുന്നു. എന്ന് വെച്ചാൽ ഒരു 2 വർഷം മുമ്പ് ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ വരാനായിട്ട് പ്ലാൻ ചെയ്തതാണ്. പല കാരണങ്ങളാൽ അത് മുടങ്ങി പോയി. അപ്പോൾ ഏതാണ്ട് ഒരു 3 വർഷത്തോളമായി ഞാനിവിടെ വന്നിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണം, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഇവിടെ വന്ന് മൂകാംബിക ക്ഷേത്രത്തിലെ ഒരു വീഡിയോ എടുക്കണമെന്നുള്ള ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നത് സാധിച്ചു. ഒരുപാട് സന്തോഷം. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഉപകാരപ്പെടും. സേവ് ചെയ്ത് വെച്ചോ. തീർച്ചയായിട്ടും നമ്മുടെ കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിൽ നിന്നുമുള്ളവർക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി ഫ്രീ ആയതിനു ശേഷം രാത്രി ഏത് ട്രെയിനിൽ കയറി എങ്ങനെ ഇവിടെ കറക്റ്റ് ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്താം. ബസ്സിലൊന്നും നിങ്ങൾ കയറണ്ട, ട്രെയിനിൽ തന്നെ കയറി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടെ എത്താം. പിന്നെ ബൈന്ദൂർ എത്തിയിട്ട് മാത്രം ഒരു 29 കിലോമീറ്റർ അടുപ്പിച്ച് കുറച്ച് നേരം ബസ്സിലൊന്ന് യാത്ര ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. സാധാരണക്കാർക്കൊക്കെ പറ്റിയ ഒരു ബ്ലോഗായിരിക്കും, അവർക്ക് ഉപകാരപ്പെടും. എന്ന് വെച്ചാൽ കുറഞ്ഞ ബഡ്ജറ്റിൽ സാധാ രീതിയിൽ നിങ്ങൾക്കൊരു മൂകാംബിക യാത്ര, അങ്ങനെ ഒരു വ്ളോഗാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈവനിങ് കാഴ്ചകളാണ്. നാളെ രാവിലെ ഇവിടെ കുട്ടികളെയൊക്കെ എഴുത്തിനിരുത്തും. അപ്പോൾ അതിൻ്റെ കാഴ്ചയും ഞാൻ എടുക്കുന്നുണ്ട്, അതും കാണണം. മൂകാംബിക അമ്മയുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. മാത്രമല്ല നമുക്ക് വേണ്ടിയിട്ട് പെയ്യുന്ന മഴ കണക്കുണ്ട്. ഒരു ചാറ്റൽ മഴയിൽ ക്ഷേത്രത്തിൻ്റെ ഭംഗി കുറച്ചുകൂടി. പശുക്കൾ വൈക്കോലും തിന്നതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അവർക്കൊരു ഗോശാല പോലെ ഫ്രണ്ടിൽ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഡെപ്യൂട്ടി മേയർ വന്നു കേട്ടോ. ഇവിടുത്തെ കണ്ടില്ലേ, കാറിൽ ഡെപ്യൂട്ടി മേയർ എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയപ്പം കുറേ കൊച്ചു കുട്ടികൾ നൃത്തം ചെയ്യുന്നതുകൊണ്ട് സരസ്വതി മണ്ഡപത്തിൽ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഇവിടെ വന്ന് സരസ്വതി മണ്ഡപത്തിൽ ഇങ്ങനെ അരങ്ങേറ്റം കുറിക്കണം, നൃത്തം ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള കുട്ടികൾ ഒരുപാട് പേര് കാണും. അങ്ങനെയുള്ള കുറച്ച് കുട്ടികളാണ് ഇവിടെ. അവരെ നൃത്തമൊക്കെ കണ്ട് ഞാനിങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അവരുടെ നൃത്തമൊക്കെ കണ്ട്. കുളപ്പുള്ളി ലീല ചേച്ചി അപ്പുറത്ത് നിൽപ്പുണ്ട്. കുട്ടികളെയൊക്കെ പരിചയപ്പെട്ട് നമുക്ക് ചേച്ചിയെ ഒന്ന് കാണാം. ഒരുപാട് സന്തോഷം. ഒരു ചെറിയ ഒരു മഴക്കോളിലും ചാറ്റൽ മഴയിലും ഒക്കെ ഈ ഒരു ക്ഷേത്രം കാണാൻ ഒരു ഇരട്ടി സൗന്ദര്യമാണ്. ഈ ഒരു സമയത്ത് വരാൻ പറ്റിയതും വളരെ ഒരു ഭാഗ്യം. ഈ സരസ്വതി മണ്ഡപത്തിൽ കുറച്ച് നേരം ഞാൻ കയറി മനസ്സമാധാനമായിട്ടിരുന്നു. അപ്പോഴൊക്കെ കിട്ടിയൊരു മനഃശാന്തതയുണ്ടല്ലോ, നല്ല ഒരു മനസ്സമാധാനം കിട്ടുന്നൊരു പീസ്ഫുൾ പ്ലേസാണ് നമ്മുടെ മൂകാംബിക.
അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ വന്നാലേ നമുക്കൊരു സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാവരുടെ അടുത്തും എന്തൊരു സ്നേഹം നോക്കി. എവിടേക്കാ പോകണ്ടെന്ന് അറിയാം. നാളെ വിദ്യാരംഭത്തിനും ഇതേ കണക്ക് ഒരുപാട് കുട്ടികൾ ഈ സരസ്വതി മണ്ഡപത്തിലിരുന്ന് വിദ്യയ്ക്ക് തുടക്കം കുറിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ വരും. തുടക്കം കുറിച്ചതിന് ശേഷം ചടങ്ങിന് വേണ്ടിയിട്ടും ഇവിടെ തുടക്കം കുറിക്കാനായിട്ട് നൃത്തത്തിനും വിദ്യാരംഭത്തിനും എല്ലാം ഒരുപാട് കുട്ടികൾ വരുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് ടൈമോ കാര്യങ്ങളോ സമയമൊന്നും നമ്മൾ നോക്കണ്ട. മൂകാംബികയിൽ എന്ന് വന്നാലും രാവിലെ തൊട്ട് ഒരു 6 മണി തൊട്ട് 1 മണി വരെ നമുക്ക് വിദ്യാരംഭമൊക്കെ കുറിക്കാം. ഈ ഒരു പൂത്തട്ട് കണ്ടില്ലേ, കൊച്ചിൻ്റെ കയ്യിരിക്കുന്ന പൂത്തട്ട്, ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, അവിടുത്തെ ആ കടകളിൽ നിന്നൊക്കെ ഇത് വാങ്ങിച്ച് നമുക്ക് കയ്യിൽ വെച്ച് ഇങ്ങനെ വരാം. ഇങ്ങനെ വന്നാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ദേവിക്ക് ഒരു പ്രസാദം എന്തെങ്കിലും നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഈ പൂക്കൾ ഇത് ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ്. ഇതിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അകത്ത് നമുക്ക് പ്രസാദം തരും. സിന്ദൂരമോ പിന്നെ അതിൽ വളയൊക്കെ വെച്ച് ഇങ്ങനെ നമുക്ക് തരും. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് ആ പ്രസാദം കിട്ടുമ്പോൾ. അങ്ങനെ നമ്മൾ അകത്ത് കയറി തൊഴുതിന് ശേഷം നമ്മൾ നെയ് വിളക്ക് കത്തിക്കാനായിട്ട് വന്നു. ഇവിടെ വന്നു നെയ് വിളക്കൊക്കെ കത്തിച്ചു. നല്ലൊരു സമാധാനമാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നെയ് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം പിന്നെ കുട്ടികളെയും കൊണ്ട് രഥത്തിൻ്റെ അടുത്ത് വന്നു. ആ രഥത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ മാത്രമല്ല ഒരുപാട് ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൽ. ഫോറിനേഴ്സൊക്കെ അവിടെയൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്ത് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇപ്പം നല്ലൊരു തിരക്കായിട്ടുണ്ട്. ദീപാരാധന സമയമായി, അതാണ് നല്ലൊരു തിരക്ക്. നമ്മൾ ഈ സമയം കൊണ്ട് തൊഴുത് പുറത്തിറങ്ങി നല്ല രീതിക്ക് നമ്മൾ തൊഴുതപ്പോൾ തിരക്ക് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് മാസമൊക്കെ വരണം. സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പം പൂജയുടെ തിരക്കാവും. അപ്പോൾ ആ സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സമാധാനത്തിൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അതാണ് ഒരു വിഷയം. അപ്പോൾ സമയം നോക്കണം. നിങ്ങളെപ്പോൾ വന്നാലും അവധി ദിവസങ്ങളിൽ വരാതിരിക്കുക കേരളത്തിൽ. ഇത് കണ്ടില്ലേ, ഇവിടെ ഈ പൂജ സമയത്ത് ഇങ്ങനെ കൊട്ടുന്ന സാധനമാണ്. വലിയൊരു ഡ്രമ്മ് കണക്ക് കൊട്ടുന്ന സാധനം. ഇവിടെ വലിയൊരു മണിയൊക്കെ കണ്ടില്ലേ, അതവിടെ ശിവേലിയും പൂജയൊക്കെ ചെയ്യുമ്പം ഇവിടെ ആൾ വരും. അവർ വന്ന് ഇങ്ങനെ മണിയടിക്കുകയും കൊട്ടുകയൊക്കെ ചെയ്യും. അതിനൊക്കെ പ്രത്യേക ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് തോന്നും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തോന്നി. പിന്നെയും മഴ തുടങ്ങി. ഫുള്ളൊരു മഴയിൽ ഇങ്ങനെ നിൽക്കുവാണ് ക്ഷേത്രം. അത് നമുക്ക് വേണ്ടി ഇങ്ങനെ പെയ്ത് തരുന്ന കണക്കുണ്ട്. നല്ലൊരു രസമുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കും. ശാന്തി അങ്ങോട്ട് കൂടി പോകുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അകത്തൊക്കെ ഇങ്ങനെ സൈഡിലെ പൂജയ്ക്കൊക്കെ ഓരോ സമയമൊക്കെ ആയി വരുന്നെന്ന് തോന്നുന്നു. ഈ ഒരു ക്യൂ കണ്ട, അതെന്തിനാണെന്നറിയാമോ നിങ്ങൾക്ക്? മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദീപാരാധന കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്രസാദം കൊടുക്കും. അതിനെല്ലാവരും ഇങ്ങനെ കഷായം എന്നൊക്കെയാണ് പറയുന്നത്, കഷായം. അപ്പോൾ അത് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഇത്. ക്യൂ കണ്ടില്ലേ, നല്ല ക്യൂ വരും. എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല, കുറച്ച് പേർക്കൊക്കെ കിട്ടും. അവിടെ കൊടുത്തു തുടങ്ങും കഷായം. ഞാൻ പറഞ്ഞില്ലേ ഫോറിനേഴ്സൊക്കെ ഉണ്ടെന്ന്. ഇവർ ഇതൊക്കെ കണ്ട് തൊഴുത് അവിടെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടു. അവരൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആ ഒരു സന്തോഷമൊക്കെ കണ്ടപ്പോൾ. ഇവിടെ ഇപ്പം കഷായം കൊടുക്കാനുള്ളതിൻ്റെ തിരക്കാവും. കഷായം ഇവിടെ കൊടുത്തു തുടങ്ങും. കഷായം എന്നാണ് പറയുന്നത് ആ ഒരു പ്രസാദത്തിന്. അതുകൊണ്ടല്ലേ ക്യൂ അങ്ങ് നീണ്ട് വരിക. ഇനിയിപ്പോൾ ഒരു 8:30 ആകുമ്പോൾ നല്ല തിരക്കാവും. കയ്യിൽ കുപ്പിയൊക്കെ ഉണ്ട്. അപ്പം കുപ്പി പുറത്തുനിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. ആ കുപ്പിയും വാങ്ങിച്ച് ഇങ്ങനെ നിൽക്കണേ. എൻ്റെ അമ്മയുടെ കയ്യിലൊന്നും കുപ്പി ഇല്ലായിരുന്നു. അപ്പം ഞാൻ പുറത്ത് പോയി ഇപ്പം വാങ്ങിച്ചു കൊടുത്താൽ ഈ ഒരു സമയത്ത്. അങ്ങനെ അധികം ആർക്കും അറിഞ്ഞൂടല്ലോ ഇങ്ങനെ ഈ സമയത്ത് കൊടുക്കുമെന്നൊക്കെ. കഷായത്തിനുള്ള ക്യൂവിന് അവിടെ ഒരു കമ്പിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വെച്ച് കൊടുത്തു വിടാം. ഇതാണ് കഷായം, മൂകാംബിക ദേവിയുടെ പ്രസാദം കഷായം. അത് ഭാഗത്തുനിന്ന് പൂജ കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. അത് കൊടുത്തു തുടങ്ങി കണ്ടില്ലേ. പ്രസാദവും കുടിച്ച് എല്ലാവരും പോകുന്നുണ്ട്. കുപ്പിയില്ലാത്തവർ ഇങ്ങനെ കയ്യിൽ വാങ്ങും. സംഭവം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കഴിച്ചതാണ്. നമ്മളൊരു കരിപ്പോട്ടി കാപ്പി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർ കഷായം എന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്രസാദത്തിന്. അപ്പോൾ ഇത് കുടിക്കാൻ ഒരുപാട് പേരുണ്ട്. നമ്മുടെ അസുഖങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും എന്നാണ് പഴമക്കാരുടെയൊക്കെ ഒരു വിശ്വാസം. ഇവിടെയുള്ളവരെ ഒരുപാട് പേര് ഇങ്ങനെ ഇത് വാങ്ങിച്ച് ഈ ഒരു തീർത്ഥം കുടിക്കാനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ചിലപ്പോൾ ഞാൻ ഇത് 2 എപ്പിസോഡായിട്ടായിരിക്കും ഇടുന്നത്. പിന്നെ ഒരു സിംഗിൾ എപ്പിസോഡും ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ വന്നിട്ട് നിർമ്മാല്യം കാണണം. നിർമ്മാല്യം കണ്ട് കൊച്ചിനെ എഴുത്തിനിരുത്തണം. അങ്ങനെയൊക്കെ ചെറിയ ചടങ്ങും കാര്യമൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയും കൂടി വീഡിയോ നാളെ ഇടുന്നതായിരിക്കും. ഓക്കെ,
ബാക്കി പിന്നെ കാണാം. ജയ ജയ മംഗളദായിനിയാകും ജഗദീശ്വരി